ചേച്ചി ആന ഉണ്ടാവോ? ഹലോ ഹായ്. അപ്പോൾ വയനാട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സൗണ്ടും എന്തോ തീരെ കേൾക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ ഫ്രണ്ട് ക്യാമറ പോയതുകൊണ്ട് ചെറിയൊരു മങ്ങലുണ്ടാവും കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ വയനാട്ടിൽ ചേട്ടാൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മക്കളും അങ്ങനെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ. അവരുടെ അടുത്തൊക്കെ ആയിരുന്നു പോയതായിരുന്നു പഴയ വീട്. ഇപ്പം അവർ വീട് ഉണ്ടാക്കിയതാണ് മുകളിൽ. ഇതായിരുന്നു കേട്ടോ പഴയ വീട്. ആ വരുമോ കുഞ്ഞാ? അയ്യോ അന്നും ഉണ്ട് തൊഴുത്ത്. അമ്പടാ മാങ്ങ. എടാ ഒരു മാങ്ങ പറിക്കടാ. മാങ്ങ ഒരെണ്ണം പറിച്ചാലോ നമ്മള്? അയ്യോ കിട്ടുന്നില്ലല്ലോ അവിടൊക്കെ. ഓ ഇവിടെ ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. എത്ര എന്തോരം എല്ലാ മാവില്. ഓ അതെന്താ കൊടു? ഇതെന്താ? അമ്മയ്ക്ക് വേണ്ട, ചിലിമ്പിക്ക് അമ്മയ്ക്ക് വേണ്ട. അമ്മ മാങ്ങ പറിച്ചു. ഇവിടെ താഴെയാണ് കിണറുള്ളത്. അപ്പം ചേച്ചി കിണർ തേവാന്നും പറഞ്ഞിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് താഴോട്ട്. ആ വരുവാ. കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ആദ്യ കൂട്ടൻ എന്തൊക്കെയോ ആക്കിന്നുണ്ട്, എന്താണാവോ. ആദ്യം എന്തിനാടാ മാങ്ങ എറിഞ്ഞു അടിക്കാനാ? ഞാൻ കടിച്ചു. കുടു നല്ല കുട്ടിയായിട്ട് എന്താ പോണു. ഞാനെന്നിട്ടില്ലേ ആ വണ്ടി പോരുമില്ല മോളെ, ഞാൻ മോനിച്ചോണ്ട് പറയാം, ഏട്ടാ മോൻ്റെ ആ റോഡ് സൈഡിലൊക്കെ മാങ്ങ, എടാ ഒരെണ്ണം പറിക്കടാ നമുക്ക് തിന്നാന്നേ. അപ്പം അവൻ പറഞ്ഞു ആ എന്നെ നാട്ടുകാർ തല്ലുമെന്നും പറഞ്ഞ് അപ്പം തൊട്ട് മനസ്സിലുള്ളൊരാഗ്രഹം കേട്ടോ, ഇങ്ങനെ ഒരു മാങ്ങ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ കടിച്ച് തിന്നാൻ. പുല്ലുകൾക്കിടയിലൂടെ മനോഹരമായി മല ഇറങ്ങി. എന്തേ താന്നു പോവോ? ചളിയിൽ താന്നു പോവോ കുടു? കുടു എന്ത് മിടുക്കനായിട്ടാ നടക്കുന്നേ കുടു. കൈ പിടിക്കടാ കുടു. അതിന് കൈ പിടിക്കാൻ സമ്മതിക്കൂലെന്നേ. റോട്ടിൽ കൂടെ നടക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറയാടാ കൈ പിടിക്കാടാന്ന് പറഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് നടക്കണം. ഇതാണില്ലേ കിണറ്? അത് ശരി, ഇത്ര താഴ്ചയേ ഉള്ളൂ ചേ കിണറിന്? ആഹാ, ഇതൊന്ന് താത്തിയാ പോരെ? ആണ് ആ ഈ ഒരു റിങ് വെള്ളം ആവുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് പായൽ നിറയൂലേ? അമ്പടാ, അതൊരു പണിയാണല്ലോ. വേണ്ട ഇനി ഇറങ്ങണ്ട ചേച്ചി, വെള്ളം വറ്റിച്ചതല്ലേ, ഇനി ഇറങ്ങണ്ട. ആണല്ലേ? പക്ഷെ നല്ല വെള്ളമല്ലേ? കൃഷിയുള്ളേ വാഴയും പുല്ലും. പുല്ല് പിന്നെ പശുവിനുള്ളത്. ആ കവുങ്ങും തെങ്ങും. ആ വെള്ളച്ചാട്ടം. ഇതാണ് കുടൂല് വെള്ളച്ചാട്ടം. പയറ്, ബീൻസ് പയറല്ലേ? ആ
ഇന്നത്തേക്കുള്ള ബീൻസ് ചേച്ചി പറിക്കുന്നുണ്ട്. വെയിലായതുകൊണ്ട് കാണുമെന്നൊക്കെ ആവോ. നമുക്ക് ഈ നമ്മളെ പശുവിനുള്ള പുല്ല് തന്നെയല്ലേ? അപ്പം അതൊരു എവിടെ എവിടെ തോട്? ഓ എവിടെ തോടെന്ന് ചോദിച്ചു കൂടു അതാ പോണു. എങ്ങോട്ടാ? തോർത്തെടുത്തില്ലടാ, നല്ല ചാടായിരുന്നു. തോടല്ല ഇത്, കുളിക്കാൻ വരുന്ന തോടല്ല ഇത്. ആ എന്താ കൂടു? എങ്ങോട്ട് എങ്ങോട്ട്? ആ അമ്മ കയറി പോവാന്ന്. പുല്ല് ഇപ്പൊ ചെത്തുന്നില്ല. വേണ്ട ഞയിൽ ഇറങ്ങണ്ട. നല്ല വെള്ളമാണോ? കളർ വ്യത്യാസം ഉള്ളൂ അല്ലേ? ഇങ്ങനെ ഇതുപോലെ. കൊടു കുളിച്ച് ഉടുപ്പ് മാറ്റിയതാട്ടോ. വീണ് നനഞ്ഞ ഇനി മാറ്റാൻ ഉടുപ്പുണ്ട്. അമ്മ പിടിക്കാം അവിടേക്ക് പിടിച്ചിട്ട് വാടാ. മാങ്ങ കൊടുക്കടാ കുട്ടിക്ക്, കൊടുക്കട. മൈലാഞ്ചി ഇന്ന് ഞങ്ങൾ മൈലാഞ്ചി കല്യാണം നടത്തും ഇവിടെ. വന്നിട്ട് ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പറിക്കും കേട്ടോ. ഇങ്ങനെ ഉറക്കുന്ന തലയാക്കാം വീട്ടിൽ ഊരി എടുക്കാം. ഓക്കെ ഞാൻ കട്ടാക്കാം. ഈ മാങ്ങ ആയില്ലല്ലോ. മാങ്ങ ഇങ്ങനെ കൈകൊണ്ട് പറിക്കാന്ന് പറയുന്നത് ഓ ഒരു സുഖമുള്ള ഏർപ്പാടാ എൻ്റെ പൊന്നു മക്കളെ. എന്താ മാങ്ങ നിന്നിട്ടിങ്ങനെ വീണ് കൊടുക്കുന്ന പോവാ കൊണ്ട് വാ. കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകണം. ആ ഞങ്ങള് ഇന്നലെ എത്തി. ആദ്യം അരച്ചു ഇതിലിട്ടല്ലേ കടയാവും. മക്കൾക്ക് വയ്യല്ലേ? അയ്യോ അല്ലേ വന്ന്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഇവർക്കൊക്കെ വന്നാന്നേ. ആ ഉണ്ട് ഇവർക്ക് 3 പേർക്ക് വന്നതാ. വന്നുപോയി എന്തി ആണോ? അച്ഛൻ ആ താഴത്തെ വീട് പൊളിച്ച് ഇപ്പോൾ പണിത വീട് കുറച്ചായിട്ടോ. 1 വർഷം 2 വർഷമാണെന്ന് തോന്നുന്നു. മാങ്ങാപ്പഴം കിട്ടി. എല്ലാവർക്കും പച്ചമാങ്ങയാണേ, പക്ഷെ കോമാങ്ങ ആയതുകൊണ്ട് വലിയ പുളിയില്ല. മതി. ഇവിടെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തൊന്ന് കയറാതെ പോകാൻ പറ്റുമോ? അപ്പോൾ പോണത് നവാസ്ഖാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. പിന്നെ നവാസ്ക എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ അനീഷേട്ടനാണ് കേട്ടോ കുടുവിനെ എടുത്ത് നടക്കുന്നത്. ഇവരെയൊക്കെ പറയുമ്പോൾ അറിയാത്തവരുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് പണ്ട് തൊട്ട് കണ്ടവർക്കറിയാം, അല്ലാത്തവർക്ക് അറിയില്ല. നമ്മളെ മോനൂസിന് 7ാം മാസത്തിലായിരുന്നു ഡെലിവറി കേട്ടോ. അപ്പം അവൻ്റെ കൂടെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കുറച്ച് കുടുംബങ്ങൾ ഒരു 2-3 മാസം മെഡിക്കൽ കോളേജിൽ ICUയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആശുപത്രിയിൽ നിന്നുണ്ടായ ഒരു ബന്ധമാണ് കേട്ടോ ഇത്. ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറയുമല്ലോ, ഒത്തിരി പേരുണ്ടെങ്കിലും കുറച്ച് പേര് നമ്മളെ എന്താ പറയുക, നമ്മളെ മനസ്സിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു ബെഡിലും ഒരു ICUയിലായിട്ട് കഴിഞ്ഞു കൂടുമ്പം ഒരു കുടുംബത്തെ പോലെ ആയിത്തീരുന്ന കുറച്ച് ഉണ്ടല്ലോ. അങ്ങനെ ആണ് ഈ ബന്ധങ്ങളുണ്ടായത്. 13 മോൻ്റെ പ്രായമായി, അവനിപ്പോൾ 13 വയസ്സ് കഴിഞ്ഞു. ഈ പ്രായം മുഴുവനും ആയിട്ടോ ഈ ബന്ധം നിലനിൽക്കുന്നു. ഈശ്വരൻ സഹായിച്ചിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ പോകണം. എന്നും വിളിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ എന്താ പറയുക, വയനാട്ടിൽ കയറി അവരുടെ അടുത്തൊന്ന് പോയി അവരെ കണ്ടിട്ട് നമ്മൾ പോരാറുള്ളൂ കേട്ടോ. അപ്പോഴാണ് അവർ വീടിൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ പിന്നെ കണിക്കൊന്ന പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ മെല്ലെ ആ ചേച്ചീനോട് ചോദിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പറിച്ചതാണ് കേട്ടോ.
അയ്യോ അതാ പോണു പറിക്കുമ്പോഴാ പൊഴിയുന്നേ. പറിക്കുമ്പോഴാ പൊഴിഞ്ഞു പോണേ അല്ലേ. കുറച്ച് മതി. അതാ മരത്തിലിരിക്കുമ്പോൾ തന്നെയാണല്ലേ ഭംഗി. ഹായ്. അയ്യോ മൊത്തം പോവാ. കളയണ്ട എന്തായാലും കൊമ്പ്. മെല്ലെ പറിച്ചോട്ടോ. ആ മതി. ഇവിടെ നമ്മൾ കണിക്കൊന്നേൻ്റെ മരത്തുണ്ട് കേട്ടോ. കൂടുതൽ കേട്ടോ. അങ്ങനെ മതി മതി മതി. ഇളകാതെ പിടിക്കുന്നു. എവിടെ കഴിയുന്നു? ഒരു കൊല്ലം കൊണ്ട് കഴിയൂല. ഉണ്ട് കൂടും കൂടും. അടിപൊളി കടക്കൊന്ന. ഇതൊക്കെ വെച്ചിങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കണം. മതി. അവളെ കാര്യം ഇവര് രണ്ടുപേരും രണ്ട് മൂലയിലാട്ടോ. ആ മൂല തന്നെ. ഇവര് രണ്ടുപേരും രണ്ടറ്റത്താ. ഇവരിപ്പം രണ്ടറ്റത്ത് നിൽക്കുന്നത് നോക്കണ്ട കേട്ടോ. അന്ന് ICUയിൽ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ എന്താ പറയുക മുട്ടിരുമ്മി കിടന്നവരാണ്. എന്താ പറയുക ഈശ്വര, ഉറക്കാൻ പോലും വയ്യ കേട്ടോ. നമ്മളെ കയ്യിൽ എന്താ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങുന്ന വലിപ്പത്തിലും ഒക്കെ എന്താ പറയുക ഈശ്വര, എനിക്ക് പറയാൻ അറിയില്ല. അതുപോലെ അനുഭവിച്ചാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് കിട്ടില്ല എന്ന് പ്രതീക്ഷയോടുന്ന് തിരിച്ച് കിട്ടി. ഇപ്പോഴും ഇതാ പണ്ടത്തെ ഫോട്ടോയൊന്നും ഇല്ലാതെ പോയി കേട്ടോ. പണ്ടത്തെ കുഞ്ഞ് നാളിലെ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായേനെ. ഇവരും പിന്നെ നവാസ്കേൻ്റെ മോനും അങ്ങനെയൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങളെ ആ ഒരു സമയത്ത്. അന്ന് മെഡിക്കൽ കോളേജിൽ ICUയിൽ. ഇപ്പോൾ ഇതാ ഇവർ വലിയ കുട്ടികളായി കേട്ടോ. പൊടിമീശക്കാരനായി, വലിയ കുട്ടിയായി. അങ്ങനെ എന്താ പറയുക, എന്താണെങ്കിലും ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമാണ് കേട്ടോ. എന്നും ഈശ്വര ഈ ബന്ധം ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ വന്നിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ എല്ലാവരും കൂടെ അമ്മച്ചീൻ്റെ ഒരു അനിയത്തി ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ പോണ വഴി ഐസ്ക്രീമൊക്കെ വാങ്ങി, 10 രൂപേൻ്റെ ഐസ്ക്രീമൊക്കെ വാങ്ങി റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾ നിന്ന്. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കഴിച്ചു. പിന്നെ കാട്ടിലൂടെയുള്ള യാത്ര, ആന ഇറങ്ങുന്ന കാട്ടിലൂടെ ഇതാ യാത്ര. ആണോ? ഇവരിതിൻ്റെ കൂടെ തന്നെയാണല്ലേ ഇവർക്ക് ഇപ്പൊ ഇത് ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് അല്ലേ? ഇവർക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുത്തിട്ട് വെക്കാം. ആണ്ടേ
മുറിവേര് കൊടു കൊടു ജൂലി ജൂലി എന്താടേ എന്താടി എന്താ എനിക്ക് പേടിയാ എൻ്റെ അടുത്തേക്ക് വരാനേ എനിക്ക് പേടിയാ എന്താ വേണ്ടേ അവരൊറ്റ ചാട്ടിൽ പോയിട്ട് അയ്യടാ തുള്ളി ഓടുമായിരുന്നു സുന്ദരി സുന്ദരി അയ്യോ കുടുവിന് വേണോ കുടു ആട്ടുമാമന് വേണോ ഓ കുടു ആ എൻ്റെ വണ്ടിയിലേ മോൻ്റെ ഒന്നും കൂടെ കയറ്റി വെച്ചോടാ കുഞ്ഞാ കുട്ടൊന്ന് പിടിച്ചാടാ എന്നിട്ട് ഫോട്ടോ എടുക്കാം ഇത് കൊണ്ട് കൊടുത്താൽ മതി അമ്പിളീന്റെ ആട്ടുകുഞ്ഞാണോ ഇത് ആണോ ദൈവമേ ആണോ അത് അമ്പിളീന്റെ ആണോ അമ്പിളി പറയുന്നേ അപ്പൂന്റെ ആണോ ആ ആ അമ്പിളീന്റെ 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 ആട്ടോ ആ കൊടു അമ്പിളി ചേച്ചിക്ക് കൊടുക്ക് അമ്പിളി ചേച്ചിക്ക് ഒരെണ്ണം കൂടെ കൊടുക്ക് കൊടുക്കു കൊടു കൊടുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അമ്പിളിക്കുട്ടീനെ ഇവിടെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ചോദിച്ചിട്ട് അവൾക്കൊരു മടി, ഡാൻസ് കളിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയായി കേട്ടോ. ശരിക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം ഫോറസ്റ്റ് അവിടെ കഴിഞ്ഞിട്ട് കേട്ടോ പോയില്ല. പിന്നെ ആയിരുന്നു പേടിച്ചിട്ടുള്ള യാത്ര. ആന ഉണ്ടാവോ? ഡേഞ്ച് ഫോറസ്റ്റ് എല്ലായിടത്തും പോയിട്ട് തിരിച്ച് ഇപ്പൊ സമയത്രേ പടക്കക്കടേനെ മുന്നിൽ നിൽക്കുന്നു. ആദ്യക്കൂട്ടനും മോനുച്ചും എല്ലാവർക്കും പടക്കം വേണമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ദൈവമേ, കുറച്ച് പൂത്തിരി വാങ്ങാം അല്ലേ? ആദ്യക്കൂട്ടനും മോനുച്ചൊക്കെ എൻജോയ് ചെയ്യുന്നു.
അടിപൊളി. എന്തിയെ കുട്ടന്മാരെ ഗുഡു ഓ തൊടരുത് കേട്ടോ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇല്ല എന്താ പറയാ ഉണ്ണിച്ചാച്ചൻ്റെ വകയായിരുന്നു കേട്ടോ പിള്ളേർക്ക് പടക്കങ്ങളും പൂത്തിരിയും ഒക്കെ. അവൻ ഒരുപാട് പൈസയ്ക്ക് പൂത്തിരിയൊക്കെ വാങ്ങിയിട്ടോ കുറേ ഞങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് അവൻ സമ്മതിക്കില്ല, വർഷത്തിലൊന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തായാലും വേണ്ടില്ല. പടക്കവും പൂത്തിരിയൊക്കെ അപ്പുറത്ത് കത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഉണ്ണിയപ്പം ചുടൽ തകൃതിയായിരുന്നു കേട്ടോ. ചേച്ചീൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക ഉണ്ണിയപ്പം നല്ല അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടോ. കുറേ രാത്രി ഒരുപാട് വൈകി, അന്നൊരു 12 മണി 1 മണി ഒക്കെ ആയി എല്ലാവരും കിടന്നപ്പം. അപ്പോഴേക്കും തന്നെ വീണ്ടും 2ാം വട്ടം വയറ് നിറച്ചിട്ടാട്ടോ എല്ലാവരും ഉറങ്ങിയത്. അതുകൊണ്ടൊന്ന് നോക്കിയേ ഉണ്ടോ? പോയില്ല ഇനി അതിനുശേഷം 11 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു വിഷുവിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ഷോർട്ട് വീഡിയോ ഇടാമെന്നും പറഞ്ഞ് സെറ്റ് കൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നത് കേട്ടോ. ശരിക്കിനുള്ള ആ ഷോർട്ട് വീഡിയോ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കാണാം കേട്ടോ. ഫുൾ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഷോർട്ട് വീഡിയോ ഇട്ടതിൻ്റെ വീഡിയോ. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇത് നമ്മളെ ഒരുക്കം കൂടിയാണ് കേട്ടോ. ഒരുക്കവും ഉണ്ട്, അതുപോലെ ആ ഷോർട്ട് വീഡിയോ ഞങ്ങൾ പിടിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. അയ്യോ തണുപ്പത്ത് ഇറങ്ങി നടക്കല്ലേ പൊട്ടത്തി നോക്ക്. ഇതാണല്ലോ, നീളം കൂടുതലാണല്ലോ. ഈ ഭാഗം പിടിക്കില്ല. മുടി മാത്രം എത്ര കിട്ടിയാലും ശരിയാവില്ല കേട്ടോ. കാരണം പൊഴിഞ്ഞ് ഏതാണ്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് എത്ര കിട്ടിയാലും നേരെയായില്ല എന്നേ തോന്നുള്ളൂ കേട്ടോ. ശരിയാവോ? നേരെ തൊടുവോ? റെഡിയാണോ? കറക്റ്റാ. സെറ്റ്. ഓക്കെ, വര സൈഡ് വകിച്ചില്ലത്. വെറുതെ ഇങ്ങനെ കാണിക്കാല്ലേ? ആ സാധനം കാണിക്കല്ലേ? ഇതാ കാണിക്ക കയ്യിൽ. കയ്യൊരു ആൻറ്റി അതിൻ്റെ ഏതാ നിങ്ങൾ പറ.
ഇത് കണ്ടല്ലേ ആ ഇത് ഇടാം ആ മതി ഇത് ഇടാം ഇത് വേണം ഇല്ല ചുമ്മാ മിണ്ടോ അത് ബൊമ്മോ വേണ്ട വേണ്ട ഒന്നെങ്ങനെ വാവ് ഉറങ്ങിയ നോക്കട്ടെ ഇത് കുഞ്ഞു കുട്ടികളാണോ അല്ല വേണ്ട നീ അത് കീറി കളഞ്ഞ ആണ് 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 എടാ ഫൗണ്ടേഷൻ കൊണ്ട് ഇത് ചുമ്മാ വീഡിയോ ആണ്. ഇവിടെയുള്ള നാട്ടുകാരെ മുഴുവൻ കളി കാണണ്ട. കണി കാണുന്ന കമലയുടെ ഇത് ഇങ്ങനെ വീഡിയോ എടുക്കട്ടാ അത് ഞങ്ങളുടെ ഒക്കെ വായ്പയാ പജടേ ഒക്കെ വായ്പയാ. മലയാളി പങ്കിയോടൊപ്പം വിഷുമാക്കിയാലോ പറയട്ടെ തള്ളം കെട്ടിയ ഇവിടെ നോക്കാം ആന്റി തള്ളം ആന്റി കെട്ടിയ ഞാൻ മോൻ ഇങ്ങോട്ട് നോക്ക് ധാരണ